നിങ്ങൾ മണിക്കൂറിന് എത്ര നീ ചാർജ് ആക്കും? നമ്മൾ മുടി മുറിക്കുന്നത് 2 ദിവസം ജലദോഷം, നല്ല ജലദോഷമുണ്ട്. നമ്മൾ പഴയതിനെപ്പറ്റി മുടിയെല്ലാം മുറിച്ചിട്ട് മുട്ടയിൽ അടിച്ചിട്ട് ഏകദേശം ഒരു മുടി വന്നത്രേ. വീണ്ടും മുട്ടയടിക്കേണ്ടി വരുമോ എനിക്കറിയില്ല. മുത്തജി കോൺഫിഡൻസ് തന്നെയാ പക്ക. അപ്പം മോളിൽ മാത്രം എടുക്കണം. ഇതിപ്പോ ഞാൻ ഇതിന്റെ മേലെ താജ്മഹൽ പണി സിവിൽ എക്സൈസ് ഓഫീസർ ആവും. ഇനിയിപ്പോ സാർ നമ്മോട് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, സിവിൽ എക്സൈസ് ഓഫീസർ ആവും. ഇനിയിപ്പോ ആടിപ്പോ എന്താന്നില്ല നമ്മ ഇത് ശേഷം മനസ്സിലാവും. എനിക്കില്ലേ സൈഡ് പ്രശ്നമൊന്നുമില്ല. ജലദോഷം ഇതിനെ കൊണ്ട് നേരാവെന്നറിയില്ല. പതപ്പൊന്നുമില്ല, മുടി പോകണം. പതപ്പൊന്നുമില്ല, മുടി പോകണം. നീ അങ്ങോട്ട് മുടി വരില്ല, ഇങ്ങോട്ട് എല്ലാം എടുക്കണം. ഞങ്ങക്ക് പിന്നെ ഫിംഗർ കട്ടിങ് അറിയോ, അതുകൊണ്ട് പിന്നെ അമിതമായ കോൺഫിഡൻസ് വേണ്ട. ആരാണ്ട് തലയാന്നുള്ള ഒരു ബോധം വേണം. പിന്നെ ആരാണ്ട് തലയാന്നുള്ള ഒരു കോൺഫിഡൻസും വേണ്ട. അത് നോക്കട്ടെ, അത് ഏത് അറ്റത്തുനിന്ന് തുടങ്ങണം എന്നുള്ളത്. ഓക്കെ, കുറച്ച് കൊടുത്തിട്ട് എടുക്ക്. ആദ്യം തന്നെ അടിയിലേ പോലാ. നല്ല കത്രിക ഇല്ലെങ്കിൽ ഇത്ര കൊല്ലം മുടി മുറിക്കാൻ ഇരുന്ന് കൊടുത്ത ഇത്ര കൊല്ലം മുടി മുറിക്കാൻ ഇരുന്ന് കൊടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് മുറിക്കുന്നല്ലേ. ഏകദേശം ഇങ്ങനെയാന്ന് ചോട്ടു മുടി മുറിക്കാൻ. പ്രകൃതി പോലും ശോഭിക്കുന്നുണ്ടല്ലോ ഇത് കണ്ടിട്ട്, ഇടിമുട്ടുന്നുണ്ട്. ട്രിമ്മർ കിടക്കട്ടെ, ലാസ്റ്റ് മുട്ട അടിക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ട്രിമ്മർ എടുക്കാം. ഞാനടി പോകുന്നില്ല എന്നിട്ട് ഇതൊന്നും വേണ്ട. അത്യാവശ്യം തൃക്കേപ്പൂർ പോന്നാ ആടപ്പൂവനി തന്നെ അധികം. തലയില്ലാത്തവൻ ഇവിടെ ജീവിക്കുന്നത്, പിന്നെ മുടിയില്ലാത്ത നീ അതിന് ശേഷം ഭാഗം മുറിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. വളരെ നല്ല മുടി. ഇനിയിപ്പോ വേറൊരാള് വരുന്നത്, നമ്മളെ മുടി കട്ടിങ് കണ്ടിട്ട് വേറൊരാള് വരുന്നത് ചെത്തി വിടൂലേ? നിങ്ങൾ തീർച്ചയായിട്ടും ആയിരിക്കും മുറിച്ചെടുക്കും. നോക്കട്ടെ, പണി മതിയാക്കി രീതിയിലേക്കാറ്റും തിരിയണമെന്നുള്ള ഒരു സംശയത്തിലായില്ലേ. അതൊന്നും പ്രശ്നമില്ല. എനിക്ക് ഈ ജലദോഷം പോകണം, നമുക്ക് മുടി നല്ലോണം അയച്ചാന്ന് അമ്മമ്മ പറയുന്നു. നല്ല പോവും. അവന് നോക്കിയേ വാ, എങ്ങനെയുണ്ട് നോക്ക്. മറ്റാക്ക് പാരയാവൂലടാ ഞാൻ തുടങ്ങിയാല്. ഇന്ന് ബാർബർ ഷാപ്പാ. കുളിക്കണം. പിന്നെ ഇന്നലെ കുളിച്ചിന്. അതും വേണ്ടി വരും. കുളിക്കുപ്പാ ഓ എന്തെങ്കിലും ആവട്ടെ, ചൂടോളം വെച്ച ചക്കനെ കുളിക്കേണ്ടി വരും. പകുതി ദൂരം പങ്കിടുമ്പോ എങ്ങനെയാണ് ഇത്? എനിക്ക് നിർത്താനായി, കഴിയാനായി. സൂപ്പർ തന്നെയാ. സൈഡ് എടുക്കുന്ന കുറച്ച് സൈഡ് ട്രിമ്മർ വെക്കേണ്ടി വരും. സൈഡ് എടുത്താൽ നീ ചിലപ്പോ ഗണേശന്റെ ദിനേശന്റെ അടുത്ത് കൊണ്ടുവരും. കുറഞ്ഞല്ലടാ നല്ലോണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് നമുക്ക് ഒന്നേ പറയാനുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി മുറിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു തോക്ക് നമ്മളെ നമുക്ക് ഇന്നത് പറ്റൂലെന്നില്ല. എന്ത് നമ്മൾ കാശാക്കണം. എന്ത് നമ്മൾ കാശാക്കും. PDF ഉപ്പുതമ്മ കട്ടോ മോട്ടിച്ചോ പിടിച്ചു പറിച്ചോ. അടുത്തത് നവീന മുടി മുറിക്കുന്നതായിരിക്കും. ഹലോ മുറിക്കണ്ടേ? ഞാൻ മുറിച്ചെടുക്കും. അത് പറഞ്ഞില്ലല്ലോ.
ദിനേശേട്ടൻ കൊണ്ട് പോയപ്പോ ഔട്ട്. ഒരു തലയാ നഷ്ടപ്പെട്ടത് ദിനേശേട്ടൻ. നല്ല മറ്റേ ബാർബർ ഷോപ്പിൽ നിന്ന് മറ്റേ അയാൾ മുറിക്കുന്ന കണക്ക് അതേ സൗണ്ട് കിട്ടാ. എന്താണ് ആ കത്രികര ഗുണം. തെറ്റാന്ന്. അത് നീ ഇങ്ങനെ പോയാൽ മതി. മതിയല്ലേ വകുപ്പൊന്നും ഇതിനും കുറച്ച് ചിലപ്പോ പാട് കുറഞ്ഞ് കിട്ടിയിട്ടാ. നല്ല നല്ല ചക്കര കൂട്ടനാക്കിയിട്ടുണ്ട് ചക്കന. ഇപ്പം അങ്ങനെ ഇപ്പൊ കണ്ടാ പെണ്ണ് കിട്ടും. നീ ഇറങ്ങിക്കോ ആ പോളി വിടുമ്പോക്ക് അവിടെ പോയി നിന്നോ. ആ ഇതെല്ലാം സൈഡെല്ലാം എടുക്കാനിട്ടാ. ജീപ്പ് മറ്റേ അടുത്തടുത്ത് വലിയ ജീപ്പ് വേണം. ഇനി നമ്മൾ അടുത്തത് നമ്മളൊരു വീട് ബിൽഡിങ് കിട്ടും ഉറപ്പായിട്ടും. ഒരു ബാർബർ ഷോപ്പ് നമ്മൾ തുടങ്ങുന്നത്. നമുക്കിവിടെ ഒരുപാട് സ്ഥലമുണ്ട്, വലിയ ജന്മികളാണ്. അതുകൊണ്ട് നമ്മ സ്ഥലത്തിനൊന്നും ഒരു കുറവില്ല, പൈസ ഇല്ല. കുഴപ്പം. ഫോട്ടോ എടുത്ത് വെക്കാനല്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇടാൻ. അത് മറന്നുപോയി. നമുക്ക് ജലദോഷം പോകാൻ മാത്രമാണ് നമ്മൾ ആവശ്യം. അതിനുള്ള പണി നമ്മൾ എടുക്കുന്നില്ല, കാരണം പൈസ തരുന്നില്ല. കപ്സ് വാങ്ങി തരും. അമ്മ സമൂസ വാങ്ങി തന്നെ. ഇനി നീ തെറ്റി സൈഡ് എടുക്കണ. സൈഡ് എടുത്തോ, ഏതായാലും ഒരു ബൈക്ക് പോയല്ലേ പാങ്ങാട്ട്. പാങ്ങനെ ഓർമ്മൊന്നുമില്ല. ഗുപ്താജി പൈതിന് ലീവാണേ? ലീവ് തന്നെ. സെറ്റാണറ. മതി മതി എടുക്കണ്ട. സൈഡോ? സൈഡൊന്ന് മിനിക്കേ. സൈഡ് മിനിക്കണമെങ്കിൽ നല്ല വൃത്തിക്ക് മിനിക്കണം. വേണോ? കുറഞ്ഞിട്ടുണ്ട്. സൈഡ് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. സൈഡ് എടുത്ത് അങ്ങ് എത്തുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആവും. പോട്ടെ, നവി എടുക്കോ സൈഡ്? സൈഡില്ല, അതാണ്. ഈട ബാക്കിയെല്ലായിടത്തും നല്ല ഉള്ളുണ്ട്. കഷ്ണിൻ്റെ ഒരു അമ്മാനൊക്കെ ചോദിക്കാനുണ്ടാ? എന്തായാലും വരും. വരുവാ? എനക്ക് വരും, അതുകൊണ്ട് എല്ലാവർക്കും വരും. കഷണ്ടി വാങ്ങണ്ട കേട്ടാ. ഇത് കത്രിക പിടിക്കേണ്ട ഒരു പിടുത്തമില്ലാത്തോണ്ട് മതി. വലുത് വേണം. അപ്പം ഇത് വിരൽ തന്നെ ഇടാൻ പറ്റുന്നില്ല. അതിൽ ഇങ്ങനെ നോക്കുന്നത് എല്ലായിടത്തും നീളം ഒരുപോലെ ഉണ്ട് കേട്ടോ. ഞാൻ മുറിച്ചിന് പക്ഷേ മതി മതി. ഒരുപാട് ഭംഗിയാക്കി അങ്ങ് എനക്ക് കണ്ണ് കിട്ടും. അപ്പാ കുളിച്ചോ? നോക്കട്ടെ. മതി മതി മതി. ചൊറിയുന്നുണ്ടാവും. അതിൻ്റെ മുമ്പിൽ നോക്കട്ടെ. മുമ്പിൽ നിന്ന് ലേശം നീളം കുറച്ചേട്ടാ. വാരാൻ വെച്ചാണ്. വാരണല്ലേ? വാരാൻ ലേശം മുടി വേണം. പൂക്കുറ്റി എന്ത് പൂക്കുറ്റി? മുമ്പിലിങ്ങനെ കൊണ്ടു ചീപ്പാ ഒന്നുമില്ലടാ. അങ്ങനെയല്ലടാ, മുടി ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട്. ആ വേണ്ട, വാരം വേണം. പുതിയ പിള്ളേരെ 2K ടീമിന്റെ മറ്റേ കട്ടല്ലോട് ഇടുന്ന മറ്റേ ചെത്തി എടുക്കുന്ന ഇടണ സാധനം ഇടണം. അത് വേണ്ട, ഓവറാക്കണ്ട. എന്നാ ഇത് മതി കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെ മിഷൻ സക്സസ് ആയിട്ടുണ്ട്.
ഇത്രയല്ലോ കൂലിയായിട്ട് നമ്മൾ 3 ബോക്സ് വാങ്ങും. ഉച്ചക്കത്തെ ചോറും മീൻപൊരി. സെൽഫി എടുത്ത് എന്താ ഒരു കട്ടിങ് പോലും കാണുന്നില്ല. ഓക്കെ എന്തെങ്കിലും സെൽഫി എടുക്കലോ വാ എന്നാ തമ്പിനേല് വാ ഇത് അതിരക്കളി കുത്താജി അതൊന്നുമില്ല. നമ്മ പൂട്ടി വെച്ചാ അവസാനം നീക്കോണി അരിയനക്കാ മസാല ഉണ്ടോ? അത് വാക്കാം. വഴിക്ക് പോകുന്നല്ലേ, പിള്ളേരിക്കട്ടെ. ഭാഗ്യം ചാർജ് കയറും. ഇല്ല, ഞാൻ അങ്ങനെ തൊടും. അതാണ് നമ്മൾ ഏടുന്ന് ചാർജ് കയറുന്നാലും നമ്മളെ പണി പകുതിക്കാന്ന് തോന്നിക്കില്ല. ഇപ്പാണ് ഫിനിഷ് ആയി കേട്ടോ. സൈഡിൽ കുറച്ചധികം ഉണ്ടായി, നല്ല പോയി മതി. അപ്പൊ ഇപ്പറ സൈഡ് കൂടിയില്ലേ? അല്ല, അപ്പുറം നിനക്ക് മുടി അവസാനം മസാജ് ഇത് മറ്റേ ഇലകളൊക്കെ ഇതാകുവാ കൊല്ലുവാ. നിങ്ങൾ മണിക്കൂറിന് എത്ര നീ ചാർജ് ആക്കുന്നു? മറ്റേ സായിപ്പന്മാരെ കണക്ക് വേണം തല കുളിപ്പിച്ചെല്ലാം കൊടുക്കും. ഷാമ്പൂലോട്ട് മറ്റേ കോക്കനട്ട് ഓയിലെല്ലാം ഇട്ട്. എത്ര മണിക്കൂർ എത്ര? അങ്ങനൊന്നുമില്ല, നോക്കട്ട്. മറ്റൊരാൾ മരിക്കുന്നില്ലേ തല പിടിച്ച് തിരിച്ചിട്ട് എല്ലാ മുടി ഞാൻ എൻ്റെ കൈക്ക് ആക്കിയിട്ടുണ്ട്. സൂപ്പർ. താങ്ക് യു. ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൃത്യമായിട്ട് മുടി കൊടുക്കണം, ഇങ്ങോട്ടേക്ക് വരിക. നമ്മൾ ഗുപ്തജിയുടെ ലീവും കൂടി പരിഗണിക്കണം. ബുക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ബുക്ക് ചെയ്യുക. പണി ലീവാക്കിയിട്ട് മുടി മുറിച്ച് നടക്കുന്നതെന്ന് അങ്ങനെ പറയും. ഓക്കെ, ബൈ.